മണിക്ക് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ തുടങ്ങിയ തീപിടുത്തം ഈ നിമിഷമായിട്ടും 2 മണിക്കൂറും 45 മിനിറ്റായിട്ടും ഇതുവരെയും അവസാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കേണ്ടത് തത്സമയം. റിയാസ് KM അവിടെ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. മന്ത്രി AK ശശീന്ദ്രൻ, അതുപോലെ കളക്ടർ, IG എന്നിവരെല്ലാവരും സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് റിയാസ് KM? MS തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല. എങ്കിൽ കൂടിയും ഒരു കനത്ത പരിശ്രമമാണ് തുടരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയുള്ളത്. കാരണം ഒരു ഭാഗത്ത് നിന്ന് ഈ തീ അണച്ചു വരുമ്പോൾ മറുഭാഗത്ത് തീ പടരുന്ന ഒരു സാഹചര്യം, നേരത്തെ ഇതിന്റെ വശത്ത് തീ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെഡിക്കൽ ഷോപ്പിന്റെ ആ ഭാഗത്ത് അതിന്റെ ബോർഡ് ഉൾപ്പെടെ തീയിൽ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപാട് നേരം, അത് 2 മണിക്കൂറോളം നേരം ആ ബോർഡ് തകരാതെ നിന്നെങ്കിലും ഒടുവിൽ തീ പിടിച്ച് അത് താഴേക്ക് വീഴാൻ പൂർണ്ണമായും വീണിട്ടില്ല. മാത്രമല്ല, പോലീസ് കൃത്യമായ ഒരു അനൗൺസ്മെന്റ് സാധാരണക്കാരെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ റോപ്പ് കെട്ടി ജനങ്ങളെ കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ജനങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്നൊരു അഭ്യർത്ഥന പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ട്. കാരണം അത് കൃത്യമായിട്ട് അനുസരിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗതാഗത സംവിധാനങ്ങളടക്കം ഇപ്പോൾ പൂർണ്ണമായും ഈ ഭാഗത്തേക്കുള്ള ഗതാഗത സംവിധാനങ്ങൾ അടക്കം നിയന്ത്രിച്ചിരിക്കുകയാണ്. ഈ കറുത്ത പുക പടലങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ വന്നത് കാരണം നമുക്കും ഒരു അസ്വസ്ഥത ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ സാധാരണ ജനങ്ങളുടെ അവസ്ഥ, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരടക്കം അതിനകത്തുണ്ടെങ്കിൽ അവർ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. ഇതൊരു ശുദ്ധമായ പുകയൊന്നുമല്ല, ഇത് വലിയ ഒരു ഭവിഷ്യത്താണ്. ഇപ്പോൾ കൂടുതൽ ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. നേരത്തെ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ബലൂൺ ലൈറ്റാണ് അഗ്നിരക്ഷാസേന ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ കൂടുതൽ ലൈറ്റുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ആംബുലൻസ് സംവിധാനം ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർപോർട്ടിന്റെ കാലിക്കറ്റ് വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ഇപ്പോഴും ഇവിടെ സജ്ജമാണ്. അതുകൂടാതെ ഏകദേശം 6ലധികം എഞ്ചിനുകൾ, ഫയർ എഞ്ചിനുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് കൂടി ഈ ഒരു രക്ഷാദൗത്യം ഇതാ നേരത്തെ തീ ആളിപ്പടർന്നിരുന്ന ഒരു ഭാഗത്ത് പതിയെ 2 ഭാഗത്ത് ഇപ്പോൾ കോണി വെച്ചുകൊണ്ട് കയറി അതിനകത്തേക്ക് അതിനകത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്, വെള്ളം ചീറ്റിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അഗ്നിരക്ഷാസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് VU അസീഫ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ ഈ സ്ഥലത്ത് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ ജില്ലാ കളക്ടറും ഒപ്പം തന്നെ ഉത്തര മേഖല IG രാജ്പാൽ മീണ അടക്കമുള്ളവരായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നെങ്കിൽ മന്ത്രി AK ശശീന്ദ്രൻ ഇവിടെയുണ്ട്. മാത്രമല്ല, നിരന്തരമായി തന്നെ പോലീസ് ജനങ്ങളോട് ഒരു അനൗൺസ്മെന്റിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിന്റെ ഗൗരവം എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. 2 രീതിയിൽ ഇപ്പോൾ വടംകെട്ടി തിരിച്ചിരിക്കുന്നു. അതായത്, ഒന്ന് ജനങ്ങൾക്ക് മാറി നിൽക്കാനുള്ള പൂർണ്ണമായൊരു വടംകെട്ടി തിരിച്ചിരിക്കുന്നു. അതുകൂടാതെ അതിന്റെ 2 മീറ്ററോളം മാറി മറ്റൊരു വടം കൂടി കെട്ടി തിരിച്ചിട്ടുണ്ട്. കാരണം പൂർണ്ണമായും ജനങ്ങൾ ഈ ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് തടയുക എന്നുള്ളതാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാവാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തീ അണച്ചു എന്ന് കരുതുമ്പോൾ മറുഭാഗത്തേക്ക് നീങ്ങുന്ന സമയത്ത് മറുഭാഗത്തെ ആ തീ അണച്ചത് മാറുന്നൊരു സാഹചര്യമാണ്. നേരത്തെ അവിടെ തടസ്സമായി നിന്നിരുന്ന ഫ്ലക്സ് ബോർഡിന്റെ പശ്ചാത്തലമായിരുന്ന ഇരുമ്പ് ചട്ട മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഇരുമ്പ് ചട്ടകളെല്ലാം തന്നെ സന്നദ്ധ പ്രവർത്തകരും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും NDRFും ഒക്കെ ചേർന്നുകൊണ്ട് അത് പൂർണ്ണമായും വലിച്ച് താഴേക്കിടുന്നുണ്ട്. കാരണം അത് താഴേക്കിട്ട് കഴിഞ്ഞാൽ അകത്തേക്ക് കൂടുതൽ വെള്ളം ചീറ്റിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. ഇപ്പോഴത്തെ NDRFിന്റെ പ്രവർത്തകരും അഗ്നിരക്ഷാസേന അംഗങ്ങളും ഒക്കെ നേരെ ഈ 2 കോണികളിലൂടെ മുകളിലേക്ക് കയറി വെള്ളം 2 ഭാഗത്തു നിന്നായി ചീറ്റിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ഫയർ എഞ്ചിൻ ശക്തമായി വെള്ളം ചീറ്റുന്നുണ്ട്. പക്ഷെ അത് ഒരു ഭാഗത്ത് മാത്രമാണ് അതിന്റെ ഒരു ഗുണം ലഭിക്കുക. അതും പൂർണ്ണമായി ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ അവിടെ കൂടി നിൽക്കുന്നത് ഇപ്പോൾ പോലീസ് കൃത്യമായി തന്നെ അവരെ ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ പോലീസിനെയും അഗ്നിരക്ഷാസേനയും സംബന്ധിച്ച് രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് സാധാരണക്കാരും കൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ കാര്യമായി കൂടി നിൽക്കുന്നതിന് പകരം പോലീസിനോടും
അഗ്നിരക്ഷാസേനയോടുമൊക്കെ സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. കാരണം ഇവിടെ ഒരു വലിയൊരു രക്ഷാദൗത്യത്തിലാണ് അഗ്നിരക്ഷാസേനയായാലും പോലീസായാലും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അത് സാധാരണക്കാരും കൂടി മനസ്സിലാക്കി ഈ ഒരു രക്ഷാപ്രവർത്തനത്തോട് സഹകരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. അതിനുള്ള ശ്രമമാണ്. കാരണം കൃത്യമായ രീതിയിൽ ഏറ്റവും പെട്ടെന്ന് തീയണയ്ക്കുക, ഇതിന്റെ ഒരു വ്യാപ്തി കുറയ്ക്കുക എന്നൊരു ശ്രമമാണ് അഗ്നിരക്ഷാസേനയായാലും പോലീസുമായാലും അല്ലെങ്കിൽ മറ്റ് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ശ്രമിക്കുന്നത്. അതിനിടയിൽ കാഴ്ച കാണാനായി ആരും വരരുത് എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ രാത്രിയിലും 3-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. 3-ാം മണിക്കൂറിലേക്ക് ഈ ഒരു തീപിടുത്തം എത്തിയിരിക്കുന്നു. ശക്തമായ പുകപടലങ്ങളുണ്ട്, അന്തരീക്ഷ മലിനീകരണമുണ്ട്. ഇത് ശ്വാസകോശങ്ങളെ ബാധിക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരും വാർത്ത കേട്ട് ഇങ്ങോട്ടേ വരാതിരിക്കുക എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. ഇത് കൃത്യമായ രീതിയിൽ ഈ ഒരു പരിശ്രമം തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയും അടുത്ത മണിക്കൂറുകൾ കൊണ്ട് ഇത് സാധ്യമാകുമോ എന്ന് നമുക്ക് പ്രത്യാശിക്കാൻ കഴിയും. നിലവിൽ കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ ഫയർ യൂണിറ്റുകളിൽ നിന്നുള്ള സംവിധാനങ്ങൾക്ക് പുറമെ കണ്ണൂർ, ഒപ്പം തന്നെ മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള സംവിധാനങ്ങളെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരുടെ സഹായവും തേടിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരമേഖല IG രാജ്പാൽ മീനയും ഒപ്പം തന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണനും ഒപ്പം മന്ത്രി AK ശശീന്ദ്രൻ, മറ്റ് MLA മാർ തുടങ്ങിയ ആളുകളിൽ തന്നെ MLA-മാരുടെ തോട്ടത്തിൽ രവീന്ദ്രനുണ്ട്, അഹമ്മദ് ദേവർകോവിലുണ്ട്, മറ്റ് MLA-മാരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ. ഒപ്പം തന്നെ CPIM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും ലീഗിന്റെയും ഒക്കെ നേതാക്കളുണ്ട്, CPI-യുടെ നേതാക്കളുണ്ട്. അങ്ങനെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതൃത്വങ്ങളും ഒറ്റക്കെട്ടായി ഈ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോഴും ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടകരമായൊരു അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട്. റിയാസ് KM-R, ഇതിൽ മുകൾ ഭാഗത്ത് നിന്ന് വെള്ളം വലിയ രീതിയിൽ പ്രവഹിപ്പിച്ചാൽ ഇതിനൊരു ശമനമുണ്ടാകും എന്നുള്ളൊരു സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും നേരത്തെ ഇത് നമ്മൾ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ 5 മണി മുതൽ റിയാസ് KM-R ഇതിൻ്റെ തത്സമയ വിവരം നൽകിയ സമയത്ത് അതിൽ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നു ഒരു മഴക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. വേനൽ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു വേനൽ മഴ ഈ സൂചിപ്പിച്ചതുപോലെ പെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവരിലും ഉണ്ടായിട്ടുണ്ടാവും ഒരു പക്ഷേ. അങ്ങനെ ഒരു മഴ ഇപ്പോൾ പെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു തീയണക്കൽ പ്രക്രിയയെ ഒന്നുകൂടി എളുപ്പത്തിലാക്കുമായിരുന്നു അല്ലേ? തീർച്ചയായും. കാരണം വേനൽ മഴ ഒന്ന് പെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തീ പുറത്തേക്ക് വ്യാപിക്കുന്നത് ഒഴിവാകും എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ പൂർണ്ണമായും അകത്തേക്ക് മാത്രം ഈ വെള്ളം ചീറ്റുന്ന പ്രക്രിയയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ചാറ്റൽ മഴ ഒന്ന് വന്നു പോയി എന്നല്ലാതെ ചാറ്റൽ മഴ എന്നും പറയാൻ പറ്റില്ല. അത്രയും നനുത്ത ഒരു മഴ മാത്രമാണ് വന്നത്. മഴത്തുള്ളികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായത്. അതൊന്നും ഒരു കാര്യവുമില്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. പ്രകൃതി പോലും കനിഞ്ഞരുളാത്ത ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ദാരുണമായൊരു ദിവസം, ദുരന്ത ദിനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ദിവസത്തെ, നമുക്ക് ഈ ഒരു ഞായറാഴ്ചയെ പലപ്പോഴും ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. കറുപ്പൊരു മോശം നിറമല്ല, അതുകൊണ്ട് കറുത്ത അതിലിപ്പോൾ ഒരു എല്ലാവരെയും ഒഴിപ്പിച്ചു ആളപായമില്ല എന്ന് പറയുമ്പോൾ തന്നെയും ആരെങ്കിലും അകത്ത് പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ഉത്കണ്ഠ ഇപ്പോഴും ബാക്കിയുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇല്ല, അത്തരം സംവിധാനങ്ങളും ഒക്കെ നേരത്തെ തന്നെ, കാരണം ഈ ഒരു തീ പടരുന്നതിന് മുന്നേ തന്നെ ആളുകളെ മാറ്റാനും ആളുകൾ ഇറങ്ങി ഓടാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പൂർണ്ണമായും ഉറപ്പാണ്. ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഒരുപാട് തൊഴിലാളികളുടെ ഒരു തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ നിരവധി സ്ഥാപനങ്ങളാണ്. അവരെ സംബന്ധിച്ച് ഈ കുറെ കാലം തൊഴിലില്ലാത്തൊരു ദിനങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. നിരവധി തൊഴിലാളികൾ നേരത്തെ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. സ്ത്രീകളായിട്ടുള്ള സെയിൽസ് ഗേൾസ് ആയിട്ടുള്ള ആളുകൾ പുറത്തുനിന്ന് പൊട്ടിക്കരയുന്നൊരു കാഴ്ച നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ടിരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഉപജീവനം കൂടിയാണ് ഇവിടെ വഴിമുട്ടുന്നത്. ഏറ്റവും ഒരു വലിയൊരു തൊഴിൽശാല ഇവിടെ അഗ്നിക്കിരയാവുന്ന സമയത്ത് അതുകൂടിയാണ് ഇവിടെ ഇല്ലാതാകുന്നത് എന്നൊരു സങ്കടകരമായ ഒരു അവസ്ഥ കൂടിയുണ്ട്. എങ്കിൽ കൂടിയും ഇത് എത്ര പെട്ടെന്ന് ഈ തീ അണക്കാൻ കഴിയുന്നു അത്രയും പെട്ടെന്ന് ഇതിന്റെ വ്യാപ്തി കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഒരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. അതിന്റെ കൃത്യമായൊരു
കണക്ക് ഇനിയും തിട്ടപ്പെടുത്താൻ നമുക്ക് ഈ ഘട്ടത്തിൽ ഒരിക്കലും സാധ്യമാകില്ല. ഇതാ രണ്ടാമത്തെ ബലൂൺ ലൈറ്റ് കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ബലൂൺ ലൈറ്റുകളുടെ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ ഈ ഡാമുകളൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ രാത്രികളിൽ കണ്ടിട്ടുള്ളതാണ്. ഡാമുകളുടെ സുരക്ഷ സംബന്ധിച്ച പ്രവർത്തനം നടത്തുമ്പോൾ ഒരു ബലൂൺ ലൈറ്റ് ഒക്കെയാണ് ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ 2 ബലൂൺ ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്രയും കൃത്യമായ വെളിച്ച സംവിധാനം, മറ്റ് വെളിച്ച സംവിധാനങ്ങൾ, താൽക്കാലികമായി ഒരുക്കിയ വെളിച്ച സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നിരവധി ആംബുലൻസുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസിന് ഒരു കാര്യത്തിൽ വിജയിക്കാനായി എന്നുള്ളതാണ്. കാരണം ജനങ്ങളെ പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് നേരത്തെ പോലീസ് നന്നായി പാടുപെട്ടിരുന്നു. കാരണം സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പോലീസ് ആയാലും അഗ്നിരക്ഷാ സേനയായാലും സന്നദ്ധ പ്രവർത്തകരായാലും NDRF ആയാലും ഈ പറയുന്ന നമ്മളടക്കമുള്ളവരായാലും ഇവിടെ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു തീ അണയ്ക്കുക, അതിനുവേണ്ടി സാധാരണക്കാരായ ജനങ്ങൾ സഹകരിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു അപകടം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. കറുത്ത പുകപടലങ്ങളാണ്, പ്ലാസ്റ്റിക് വസ്തുക്കളുടെ അടക്കം കത്തിയ വരുന്ന മാലിന്യങ്ങളുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ അടക്കം കത്തിയ വരുന്ന ഏറ്റവും വിഷപ്പുകയാണ്. അത് കൃത്യമായി ശ്വസിക്കാതിരിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ശ്വാസമുട്ട് പോലുള്ള അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങളുള്ള മനുഷ്യരെ സംബന്ധിച്ച്, ശ്വാസതടസ്സമുള്ള മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും അപകടകരമായൊരു സാഹചര്യമാണ്. അതുകൊണ്ട് അത്തരം ആളുകളെല്ലാം തന്നെ ഇവിടെ വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തോട് ഈ ഒരു ഘട്ടത്തിൽ കോഴിക്കോടിനോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്നുള്ളതാണ്. കാരണം കൃത്യമായൊരു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഇവിടെ പോലീസും NDRF-ഉം നമുക്കിവിടെ ഒരൊറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പോലീസുണ്ട്, NDRF ഉണ്ട്, ഒപ്പം തന്നെ അഗ്നിരക്ഷാസേന അവരുടെ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും എത്തിയവരുണ്ട്. യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. DYFIയുടെ പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ, BJPയുടെ ആളുകൾ, അങ്ങനെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ SYSന്റെ സാന്ത്വനം പ്രവർത്തകർ. ഒരുപക്ഷെ ഇതിനു മുൻപ് ഇങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇങ്ങനെ മനസ്സിലാകുന്നത് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് ഇത്തരത്തിലൊരു രക്ഷാദൗത്യത്തിൽ എല്ലാവരും കൈകോർത്തത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഒരു ദുരന്തമുഖം ഉണ്ടാകുമ്പോൾ, ഒരു രക്ഷാപ്രവർത്തനത്തിന് അനിവാര്യമാകുമ്പോൾ അവിടെ എല്ലാം മറന്ന് നമ്മൾ മനുഷ്യർ ഒറ്റക്കെട്ടാവുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ദൗത്യമാണ് ഇവിടെ ഏകദേശം തീ പതിയെ അണഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തീ അണയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നത് ഏകദേശം വരുന്നു. പക്ഷെ ഒരു ഭാഗത്ത് അപ്പോഴും തീ കത്തുന്നത് തുടരുകയാണ്. അത് പൂർണ്ണമായും അണയ്ക്കാൻ പറ്റുന്നു എന്ന് പറയാനാവാത്ത ഒരു സാഹചര്യമുണ്ട്. കോഴിക്കോട് നഗരം അക്ഷരാർത്ഥത്തിൽ കനത്ത പുകയിൽ മൂടി അമർന്നിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2 മണിക്കൂറും 55 മിനിറ്റും ആയിരിക്കുന്നു കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വസ്ത്രവ്യാപാരശാലയിലുണ്ടായ വൻ തീപിടുത്തം. ആ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമാവുകയാണോ എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ ചെറിയ ഒരു ആശ്വാസത്തിൻ്റെ ലാഞ്ചന ഉണ്ട് എന്നാണ് റിയാസ് KMR റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്കിലും തീപിടുത്തം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. സമീപത്തെ കടകളിലേക്കെല്ലാം തീ പടർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ആശ്വാസകരമായ കാര്യം, ഇതുവരെയും ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ആ രീതിയിൽ ആരും അകത്ത് പെട്ടിട്ടില്ല. എല്ലാവരും 5 മണിക്ക് തീപിടുത്തത്തിൻ്റെ പ്രഭവ സമയത്ത് തന്നെ എല്ലാവർക്കും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജനക്കൂട്ടത്തെ ഈ അഗ്നിബാധ ഉള്ള സ്ഥലത്ത് നിന്ന് അകറ്റി നിർത്താൻ കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഇനി വരാൻ പോകുന്ന അതിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് വലിയ നാശനഷ്ടമുണ്ടായിട്ടുള്ളത്. ആ തീ പടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെയുള്ള ടെക്സ്റ്റൈൽസ് കടയിലെ തുണിത്തരങ്ങളും അത് സൂക്ഷിച്ചു വെച്ച പ്ലാസ്റ്റിക് പൊതികളും ഒന്നിച്ച് ആളി അമർന്ന് പടർന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അങ്ങേയറ്റം വിഷമയമായ പുക കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സമീപത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും നഗരപ്രദേശത്തിൽ മൊത്തത്തിലും ബാധിച്ചിരിക്കുന്ന രീതിയിലാണ് ഉള്ളത്. ശ്വാസകോശ രോഗികളെ സംബന്ധിച്ചിട്ടും അതല്ലാത്ത സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിട്ടും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ പുകപടലങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നു. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാവരും വീടിൻ്റെ ജനലുകളും വാതിലുകളും അടച്ച് പുറത്തുനിന്നുള്ള വായു അകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ തയ്യാറായിട്ടിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. നഗരത്തിൽ ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അനാവശ്യമായ ഒരു കാര്യത്തിനും, ആവശ്യമുള്ള കാര്യത്തിന് പോലും ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലേക്ക് ആരും ഇറങ്ങാതിരിക്കുക. അത്യാവശ്യമുള്ള ആശുപത്രി ആവശ്യങ്ങൾ പോലെയുള്ളവ ഇല്ലെങ്കിൽ എല്ലാ യാത്രയും നഗരത്തിൽ ഒഴിവാക്കുക. ഇന്ന് രാത്രി സെക്കൻഡ് ഷോയ്ക്കോ അല്ലെങ്കിൽ രാത്രി 9 മണിക്കോ ഒക്കെയുള്ള ഷോകൾക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള
ആളുകളുണ്ടെങ്കിൽ അവരെല്ലാവരും ആ പൈസ പോകട്ടെ എന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുക. സ്വന്തം ആരോഗ്യത്തിന്, സ്വന്തം സുരക്ഷയ്ക്ക് ഒക്കെ അതാണ് നല്ലത് എന്ന് ഈ നിമിഷം മനസ്സിലാക്കുക. ഈ തീ അണയ്ക്കൽ പ്രക്രിയയെ എളുപ്പത്തിലാക്കാൻ അവിടെയുള്ള അഗ്നിശമന സേനയ്ക്കും സന്നദ്ധ പ്രവർത്തകർക്കും എല്ലാം സഹായകരമാകുന്ന നിലപാടാണ് ജനം എടുക്കേണ്ടത്. ആൾക്കൂട്ടത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഇത് കണ്ട് അടുത്തു പോയി നിന്ന് ശ്വാസമുട്ടലുമായി തിരികെ വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് അവിടെ ഈ ജോലിയിൽ വ്യാപൃതരാകാൻ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള അഗ്നിശമന സേന ഉദ്യോഗസ്ഥരെയും NDRFനെയും പോലീസിനെയും സന്നദ്ധ പ്രവർത്തകരെയും അവരുടെ ജോലി കൃത്യമായി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ അവിടെ ചെല്ലാതിരിക്കുക, ടെലിവിഷനിലൂടെ ഇത് കാണുകയും വിവരങ്ങൾ അറിയുകയും ചെയ്യുക എന്നതാണ് ഈ സമയത്ത് അഭികാമ്യമായിട്ടുള്ള കാര്യം.